നമുക്ക് ശ്വസിക്കാൻ ഓക്സിജൻ ആവശ്യമാണെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഇതേ ഓക്സിജൻ ഇല്ലാതെ നമുക്കൊരു നിലനിൽപ്പുമില്ല എന്നുള്ള കാര്യവും നമുക്കറിയുന്നതാണ്. പക്ഷേ ഒരു കാലത്തെന്ന് പറയുമ്പോൾ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ആദ്യമുണ്ടായിരുന്ന ഭൂമിയിൽ ഈ ഓക്സിജൻ എന്ന് പറയുന്ന സംഗതി ഇവിടെ ഇല്ലായിരുന്നു. പിന്നീട് ഗ്രാജ്വലി ഓക്സിജൻ ഇവിടെ ഉണ്ടായി വന്നിട്ടുള്ളതാണ്, അല്ലെങ്കിൽ പിന്നീട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ആരും ഇൻട്രൊഡ്യൂസ് ചെയ്തതല്ല, ഇങ്ങനെ നാച്ചുറലി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഒരു സംഗതിയാണ് ഓക്സിജൻ. അങ്ങനെ ആദ്യമായി ഓക്സിജൻ ഭൂമിയിൽ ഉണ്ടായി വന്നിട്ടുള്ള ആ സമയത്ത് ഭൂമിയിൽ അന്നുണ്ടായിരുന്ന മിക്ക ജീവികളും മരിച്ചു പോയിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ഓക്സിജൻ അത്രക്കും ടോക്സിക് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു ഈ ഉണ്ടായി വന്നിട്ടുള്ള ഈ ഒരു സമയത്ത്. നമ്മളിന്ന് അതിൻ്റെ കഥയാണ് സംസാരിക്കാൻ പോകുന്നത്. അതിൻ്റെ മുന്നേ വേറൊരു കാര്യം, നമ്മൾ ഇതിൻ്റെ ഒരു പാർട്ട് 1 ചെയ്തിരുന്നു. നമ്മൾ ആദ്യത്തെ ഈ പ്രോട്ടോസെൽ ഉണ്ടാകുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ആ വീഡിയോയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് നമ്മുടെ ചാനലിൽ പോയി കണ്ടിട്ട് ഈ വീഡിയോ കാണുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. ജസ്റ്റ് കുറച്ച് റാൻഡം ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന കുറച്ച് പ്രോഡക്ട്സ് ഇന്ന് നമ്മൾ ലൈഫ് എന്ന് വിളിക്കുന്ന തരത്തിൽ എങ്ങനെ ഇവോൾവ് ആയി എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വെൽക്കം ടു ദി റാൻഡം റിയാക്ടർ. ലെറ്റ്സ് സെറ്റ് ക്യൂരിയോസിറ്റി ഓൺ ഫയർ. ആദ്യമായി ഭൂമിയിൽ ഉണ്ടായ പ്രോട്ടോസെൽസ് RNA അടിസ്ഥിതമായിരുന്നു എന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. നമ്മളതിനെ ആ ഒരു തിയറിയെ RNA വേൾഡ് ഹൈപ്പോത്തസിസ് എന്നാണ് വിളിക്കുക എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിരുന്നു. ഈ RNAക്ക് പ്രധാനമായിട്ടും 2 ഫംഗ്ഷൻസ് ആണുള്ളത്. ഒന്നാമത് ഈ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുക, നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നതിൻ്റെ ഒരു പ്രിമിറ്റീവ് മെക്കാനിസം. രണ്ടാമതായിട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസിൽ നേരിട്ട് പങ്കെടുക്കുക. അതായത് ഒരേ സാധനം തന്നെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിട്ട് അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻസിൽ പങ്കെടുക്കുന്നു എന്നുള്ള കാര്യം. പക്ഷേ ഈ RNAക്ക് ഏറ്റവും വലിയൊരു പോരായ്മ ഉണ്ടായിരുന്നു. അതായത് RNA അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മോളിക്യൂളാണ്, അതിന് സ്റ്റെബിലിറ്റി കുറവാണ്, അത് ലോങ് ലാസ്റ്റിംഗ് അല്ല എന്നുള്ളൊരു പോരായ്മ ഈ RNAക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ മുന്നേ നമ്മൾ വേറൊരു കാര്യം സംസാരിച്ചിരുന്നു. RNAക്ക് സെൽഫ് റിപ്ലിക്കേഷൻ അല്ലെങ്കിൽ സ്വന്തം കോപ്പീസ് ഇങ്ങനെ ഉണ്ടാക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളത്. ഈ പ്രോട്ടോസെൽ ആയ സമയത്തും ഇങ്ങനെ RNA മോളിക്യൂൾസ് ഇങ്ങനെ സെൽഫ് റിപ്ലിക്കേഷൻ അല്ലെങ്കിൽ സ്വന്തം കോപ്പീസ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ എപ്പോഴും ഈ പെർഫെക്റ്റ് കോപ്പീസ് അല്ല ഒരിക്കലും വരുന്നത്. ഞാനിപ്പോൾ എൻ്റെ ഒരു കോപ്പി ഉണ്ടാക്കുകയാണെങ്കിൽ അത് എക്സാക്റ്റ് എന്നെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു സാധനമല്ല വരുന്നത് എന്നുള്ളൊരു കാര്യം. അങ്ങനെ ഈ പെർഫെക്റ്റ് കോപ്പീസ് അല്ലാതെ ഇരിക്കുന്ന ഈ സംഭവങ്ങൾ വേണമെങ്കിൽ നമുക്ക് മിസ്റ്റേക്ക് എന്ന് വിളിക്കാം. നമ്മൾ മിസ്റ്റേക്ക് എന്നൊക്കെ പറയുന്നത് നമുക്കൊരു നെഗറ്റീവ് മീനിങ് ഒക്കെയാണ് അതിന് കിട്ടുന്നത്. പക്ഷേ ഒരിക്കലും ഇതൊരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു സംഗതിയിൽ ഇത് പോസിറ്റീവ് ആയിട്ടുള്ളതാണ്. കാരണം നമ്മൾ എവല്യൂഷൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എവല്യൂഷൻ്റെ വീഡിയോയിൽ നമ്മൾ മിസ്റ്റേക്ക് എന്നുള്ള വേർഡല്ല ഉപയോഗിച്ചത്, നമ്മൾ ഉപയോഗിച്ചത് വേരിയേഷൻ എന്നുള്ളൊരു വേർഡാണ്. അതേപോലത്തെ ഒരു സംഗതി തന്നെയാണ് ഈ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അതായത് ആദ്യത്തെ ലൈഫ് എന്ന് പറയുന്നത് സെൽഫ് റിപ്ലിക്കേഷൻ പറ്റുന്ന കുറച്ച് മോളിക്യൂൾസ് ആയിരുന്നു. ജസ്റ്റ് കെമിസ്ട്രി മാത്രം, ജസ്റ്റ് കുറച്ച് മോളിക്യൂൾസ് ആയിരുന്നു. ആ മോളിക്യൂൾസ് ഈ റിപ്ലിക്കേഷനൊക്കെ നടത്തുന്ന സമയത്ത് അത് കുറച്ച് മിസ്റ്റേക്സും ഉണ്ടാക്കുമായിരുന്നു. ആ മിസ്റ്റേക്സ് ആണ് പിന്നീടുള്ള എവല്യൂഷൻ അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഒരു വഴി തെളിച്ചത് ഈ പറയുന്ന മിസ്റ്റേക്സ് ആണ്. കാരണം ഈ മിസ്റ്റേക്സ് സംഭവിക്കുന്നതിൻ്റെ ഇടയിൽ അതിൽ കുറച്ച് കോപ്പീസ്, അതായത് ഈ കോപ്പി സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റേക്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കുറച്ച് കോപ്പീസ് ബെറ്ററായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ട് അത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. അതിന് ഈസിലി വേറെ കോപ്പീസ് ഉണ്ടാക്കാൻ പറ്റും. ചിലതിന് ഈ പറയുന്ന പരിപാടികളൊന്നും പറ്റില്ല. അങ്ങനെ നമ്മൾ ഈ ഡാർവീനിയൻ എവല്യൂഷൻ അല്ലെങ്കിൽ നമ്മൾ ഈ നാച്ചുറൽ സെലക്ഷൻ എന്നൊക്കെ പറയുന്ന സംഗതി ഉണ്ടല്ലോ, അതൊരിക്കലും ഈ ദിനോസറോ അല്ലെങ്കിൽ ഈ കുരങ്ങുകളിൽ നിന്ന് ഈ പ്രൈമേറ്റ് നിന്ന് മനുഷ്യനുണ്ടായ പോലത്തെ പരിപാടിയൊന്നുമല്ല ഇത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ആവുന്നത്. നമ്മൾ ഒരു ട്രൂ സെല്ല്, നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള ഒരു ട്രൂ സെല്ലൊക്കെ ഉണ്ടാവുന്നതിന് മുന്നേ ജസ്റ്റ് കെമിസ്ട്രി മാത്രം ഭൂമിയിൽ വർക്കൗട്ട് ആവുന്ന സമയത്തും ഈ പറയുന്ന ഈ നാച്ചുറൽ സെലക്ഷൻ അവിടെ നിലനിന്നിരുന്നു. ഏറ്റവും ഫസ്റ്റ് ഈ നാച്ചുറൽ സെലക്ഷൻ്റെ ഒരു ഫോം എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ ഈ RNA ഈ റിപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ മിസ്റ്റേക്സ് തന്നെയാണ്. നമ്മൾ പറഞ്ഞ പോലെ ചിലത് ബെറ്റർ ആയിരിക്കും, ചിലത് ഭയങ്കര മോശമായിരിക്കും. അതിൽ ഈ മോശമായിട്ടുള്ള സാധനങ്ങൾ അൺസ്റ്റേബിൾ ആയിട്ടുള്ള മോളിക്യൂൾസ് ആയതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ അതിനൊരു തുടർച്ചയില്ലാതെ അതങ്ങ് നിന്ന് പോകും. ബെറ്ററായിട്ട് കോപ്പി ചെയ്യാനും കുറേ കാലം നിലനിൽക്കാനും പറ്റുന്ന മോളിക്യൂൾസ് എവൻച്വലി ഭൂമിയിൽ ഡോമിനൻ്റ് ആയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ ചെറിയൊരു കാര്യം എന്നുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ RNA എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആണ്. അത് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ അത് ലോങ് ലാസ്റ്റിംഗ് അല്ല. കാരണം അതിൻ്റെ കെമിക്കൽ സ്ട്രക്ചർ അങ്ങനെയാണ് വരുന്നത്. അത് കാരണം ഈ RNA കൊണ്ട് ഒരു ലൈഫ് എന്നുള്ള സംഗതിക്ക് RNA കൊണ്ട് മാത്രം ഒരിക്കലും നിലനിന്ന് പോകാൻ സാധ്യമല്ല എന്നുള്ളൊരു ഘട്ടം ഭൂമിയിൽ വന്നു. അതായത് ഓൾറെഡി നല്ല നന്നായിട്ടുള്ള RNA കോപ്പീസ് ഡോമിനൻ്റ് ആയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇതൊന്നും അങ്ങനെ സർവൈവ് ചെയ്യാനുള്ള ഒരു ഇത് ഫിറ്റ് അല്ല. നമ്മൾ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സെൻസിൽ ചിന്തിച്ചാൽ പോലും ഇത് സർവൈവ് ചെയ്യാൻ ഇതൊന്നും അങ്ങനെ ഫിറ്റ് അല്ല. ഇത് ജസ്റ്റ് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നു, അതിൽ റിപ്ലിക്കേറ്റ് ആവുന്നുണ്ട്, വേറെ കോപ്പീസ് ഉണ്ടാവുന്നുണ്ട്. ഇത് അങ്ങനെ തന്നെ കുറേ കാലം ഭൂമിയിൽ അങ്ങനെ തന്നെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഈ ഒരു സമയത്തായിരുന്നു ഈ സെല്ലുകളിൽ ചെറിയൊരു അപ്ഗ്രേഡ് കടന്നു വരുന്നത്.
അപ്ഗ്രേഡ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഈ RNA പകരം DNA പതിയെ ഡോമിനൻ്റ് ആവാൻ തുടങ്ങി. എങ്ങനെയാണ് ആദ്യമായിട്ട് DNA ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു RNA ഉണ്ടായത് ഈ കെമിക്കൽ റിയാക്ഷൻസിൻ്റെ റാൻഡം കെമിക്കൽ റിയാക്ഷൻസിൻ്റെ ഭാഗമായിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ ഈ RNA കോപ്പി ചെയ്യുന്ന സമയത്ത് അതിൽ ചില റാൻഡം കെമിക്കൽ റിയാക്ഷൻസിൻ്റെ ഭാഗമായിട്ട് അതൊരു പ്രോട്ടോ DNAയുടെ ഒരു സ്ട്രക്ചറിലേക്ക് എവഞ്ച്വലി വന്നിട്ടുള്ളതാണ്. അതായത് ഒറ്റ ദിവസം കൊണ്ട് എല്ലാ RNA മാറി DNA ആയി എന്നല്ല പറയുന്നത്. അറ്റ് സം പോയിന്റ് ഓഫ് ടൈം ചില റാൻഡം കെമിക്കൽ റിയാക്ഷൻസിൻ്റെ ഭാഗമായിട്ട് ഈ RNA മോളിക്യൂൾസ് DNAയുടെ ഒരു സ്ട്രക്ചറിലേക്കൊക്കെ പതിയെ മാറി വരാൻ തുടങ്ങി. അപ്പോഴും നമ്മൾ എവല്യൂഷൻ്റെ ആ ഒരു സൂത്രവാക്യം, ആ ഒരു ഫോർമുല നമ്മുടെ മനസ്സിലുണ്ടാവണം. ഏറ്റവും ഫിറ്റ് ആയത് മാത്രമേ സർവൈവ് ചെയ്യുള്ളൂ, ബാക്കിയുള്ളവർക്ക് നിലനിൽപ്പില്ല. ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. കാരണം DNA ഉള്ള ഓർഗാനിസംസ് വന്നപ്പോൾ, അതായത് DNA ഉള്ള സെൽസ്, നമ്മൾ ഓർഗാനിസം ഇപ്പോഴും അതിനെ വിളിക്കുന്നില്ല, നമ്മൾ പ്രോട്ടോസെൽസ് എന്ന് വിളിച്ച ആ ഒരു കാറ്റഗറി തന്നെ. DNA ഉള്ള ഈ ഒരു അപ്ഗ്രേഡ് വന്ന സമയത്ത് കൂടുതൽ ഫിറ്റ് ആരാണ്? DNA ഉള്ള സംഗതികളാണ് കൂടുതൽ ഫിറ്റ്. കാരണം DNAക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം DNA കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മോളിക്യൂളാണ്, അത് ലോങ് ലാസ്റ്റിംഗ് ആണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ RNAയേക്കാൾ ഉള്ളതുകൊണ്ട് ഗ്രാജുവലി ഈ DNA ഉള്ള ഈ സെൽസ് ഡോമിനൻ്റ് ആവാൻ തുടങ്ങി. RNA മാത്രമുള്ള സെൽസ് പതിയെ നശിക്കാനും തുടങ്ങി. ഇത് നമ്മൾ നോർമലി മറ്റൊരു സെൻസ് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് RNA മാത്രം ഉണ്ടായിരുന്ന കാലത്ത് ഒറ്റ ടൂള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ടൂള് വെച്ച് തന്നെയാണ് നമ്മൾ എല്ലാ പരിപാടിയും ചെയ്യേണ്ടത്. ആ ടൂള് തന്നെയാണ് ഈ പരിപാടിയിലൊക്കെ ഇൻവോൾവ് ആവുന്നതും. അങ്ങനെ ഒരു സിസ്റ്റമായിരുന്നു ഉണ്ടായിരുന്നത്. അത് പിന്നീട് ഈ ഒരു ചെറിയൊരു അപ്ഗ്രഡേഷൻ വന്ന സമയത്ത്, അത് DNAയിലേക്ക് മാറിയ സമയത്ത് നമുക്ക് എന്തുണ്ടായി? ഒരൊറ്റ ടൂള് കൊണ്ട് നമ്മൾ ചെയ്യുന്ന പരിപാടികൾ നമുക്കൊരു ഓർഗനൈസ്ഡ് സിസ്റ്റമായി. നമ്മൾ എന്താ പറയുക, അതിൽ ടൂള് വേറെ ഉണ്ട്, അത് കൺട്രോൾ ചെയ്യാൻ വേറെ ഉണ്ട്, നമുക്ക് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ വേറെ സംഗതിയുണ്ട്. അങ്ങനെ കുറച്ചുകൂടെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സംഗതിയായി മാറിയ ശേഷമാണ് ഈ DNA ഉള്ള സെൽസ് ഇവിടെ ഡോമിനൻ്റ് ആവാൻ തുടങ്ങുന്നത്. ഇപ്പോഴും നമ്മൾ ഫസ്റ്റ് ട്രൂ സെൽ അതാണെന്ന് നമ്മളിപ്പോഴും പറഞ്ഞിട്ടില്ല. ഈ ട്രൂ സെൽ എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മുന്നേ വരെ ജസ്റ്റ് കെമിക്കൽ കോമ്പൗണ്ട്സ് മാത്രമായിരുന്നു. അതായത് ജസ്റ്റ് ഒരു കെമിക്കൽ കോമ്പൗണ്ട്സ്, അതിനകത്ത് കുറച്ച് സാധനങ്ങൾ ഡ്രാപ്പ് ആയിട്ടുണ്ട്, അപ്പോൾ അതിന് റിപ്ലിക്കേഷൻ നടത്താൻ പറ്റും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു പ്രോസസ്സിൽ നമ്മൾ ട്രൂ സെൽ എന്ന് വിളിക്കുന്ന തരത്തിൽ അതിനൊരു മെംബ്രെയിൻ ഉണ്ട്, അതിനകത്ത് DNA അടങ്ങിയിട്ടുണ്ടാകും. ആ ഒരു ലെവലിലേക്ക് നമ്മുടെ ലൈഫ് പതിയെ എവോൾവ് ആവാൻ തുടങ്ങി. ഇത് എങ്ങനെ ഒരു ഡ്രാസ്റ്റിക് ആയിട്ട് പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു ചേഞ്ച് അല്ല, ഒരുപാട് കോടിക്കണക്കിന് വർഷം കൊണ്ട് ഇങ്ങനെ എന്താ പറയുക റാൻഡമായിട്ട് സംഭവിച്ചിട്ടുള്ളതാണ് ഈ ഫസ്റ്റ് ട്രൂ സെൽ എന്ന് പറയുന്നത്. നമ്മൾ ആ ട്രൂ സെൽസിനെ പ്രോകാരിയോട്സ് എന്നാണ് വിളിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇന്നത്തെ ബാക്ടീരിയ ആയിട്ടൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെ ഒരു ഓവറോൾ സ്ട്രക്ചർ വേണമെങ്കിൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. ഈ പ്രോകാരിയോട്സിന് പിന്നീട് വന്നിട്ടുള്ള മറ്റൊരു അപ്ഡേഷനാണ് ഈ പറയുന്ന മെറ്റബോളിസം എന്ന് പറയുന്നത്. മെറ്റബോളിസത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ബൈഹാർട്ട് പഠിച്ചൊരു സാധനം എൻ്റെ ഓർമ്മയിൽ വരുവാണ്. അനബോളിസം ആൻഡ് കാറ്റബോളിസം ടുഗദർ കൺസ്റ്റിറ്റ്യൂട്ട് മെറ്റബോളിസം വിച്ച് ഈസ് എ ചീഫ് സൈൻ ഓഫ് ലൈഫ്. മെറ്റബോളിസം എന്ന് പറയുന്നത് ലൈഫിൻ്റെ ഏറ്റവും ചീഫ് ആയിട്ടുള്ള ഒരു സൈൻ ആണെന്നാണ് പറയുന്നത്. മെറ്റബോളിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. നമ്മൾ അതിൻ്റെ ഒരു ഹിസ്റ്ററി വെച്ച് തന്നെ പറയുകയാണെങ്കിൽ ആദ്യത്തെ ലൈഫ് ഫോംസ്, ആദ്യത്തെ ഈ ട്രൂ സെൽസ് ആയാലും സെൽസ് ആയാലും അവർക്ക് ചുറ്റുമുള്ള കെമിക്കൽസിനെ റിലേ ചെയ്തിട്ടാണ് അവരുടെ ഈ ഗ്രോത്തും അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷനും ബാക്കിയുള്ള പരിപാടികളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആദ്യത്തെ സെൽസ് ഈ കെമിക്കൽസിൻ്റെ ഈ ഒരു അവൈലബിലിറ്റി, ഇപ്പോൾ കെമിക്കൽസ് ഉണ്ടെങ്കിൽ ഇതിന് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടി ഇന്നോവേഷനിലേക്ക് നമ്മുടെ എവല്യൂഷൻ കൊണ്ടുപോയി, കുറച്ചുകൂടി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക്. അതായത് ഇങ്ങനെ റാൻഡമായിട്ട് ഇങ്ങനെ ഉണ്ടായി വന്നിട്ടുള്ള ഏതൊക്കെയോ കുറച്ച് സെല്ലുകൾ നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ട് കുറച്ച് കെമിക്കൽസ് ബ്രേക്ക് ഡൗൺ ചെയ്യാനും എനർജി സോഴ്സസ് നിന്ന് എനർജി സ്വീകരിക്കാനൊക്കെ പഠിച്ചു. അത് പിന്നീട് അതിൻ്റെ അടുത്ത തലമുറയിലേക്ക് അതിങ്ങനെ പാസ്സായിപ്പോയി. നമ്മളൊക്കെ ഈ മെറ്റബോളിസം എന്ന് പറയുന്ന ഇന്ന് ജീവനുള്ള എല്ലാ വസ്തുക്കളിലും ഉള്ള ഒരു ചീഫ് സൈൻ ഓഫ് ലൈഫാണ് നമ്മൾ പറഞ്ഞ പോലെ മെറ്റബോളിസം എന്ന് പറയുന്നത്. നമ്മളൊക്കെ അടങ്ങുന്ന എല്ലാ ജീവികളിലും ചീഫ് സൈൻ ആയിട്ടുള്ള ഈ മെറ്റബോളിസം ആദ്യമായിട്ട് സ്റ്റാർട്ട് ആവുന്നത് അറ്റ് സം പോയിന്റ് ഓഫ് ടൈം കുറച്ച് മോളിക്യൂൾസ് അല്ലെങ്കിൽ കുറച്ച് ആദ്യം ഉണ്ടായിരുന്ന ഈ ട്രൂ സെൽസ് എന്നൊക്കെ വിളിക്കുന്ന കുറച്ച് സെൽസ് അവർക്ക് ചുറ്റുമുള്ള കെമിക്കൽസ് ബ്രേക്ക് ഡൗൺ ചെയ്യാനും അതിനകത്ത് നിന്ന് എനർജി സ്വീകരിക്കാനും ഒക്കെ ഉള്ളൊരു എബിലിറ്റി അവർക്ക് കിട്ടി. ഇതൊക്കെ റാൻഡമായിട്ട് വന്നിട്ടുള്ളതാണ്, ആരും പ്രോഗ്രാം ചെയ്തിട്ടൊന്നും വന്നിട്ടുള്ളതല്ല. നമ്മൾ ഈ ഒരു ട്രീ നമ്മൾ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കെമിക്കലി പോസിബിളാണ്, ഇതിനൊക്കെ പ്രൂഫുള്ള സംഗതികളാണ്. അല്ലാതെ ചുമ്മാ ഇങ്ങനെ നമ്മൾ ആരോ എഴുതി വിടുന്ന പോലെ പണ്ടാരും എഴുതി വിട്ടിട്ടുള്ള കുറച്ച് സംഗതികളല്ല ഒരിക്കലും. ഇന്ന് നമ്മൾ ഭൂമിയിൽ ഒരു ഫുഡ് ചെയിൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലെ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും സസ്യങ്ങളോ അല്ലെങ്കിൽ ആൽഗകളോ അത്തരത്തിലുള്ള ജീവികളാണ്. അതായത് അവർ സൂര്യപ്രകാശത്തിൽ നിന്ന് എനർജി സ്വീകരിച്ചിട്ട് അത് അവരുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യുന്നു. അവരെ കഴിക്കുന്ന ഹെർബിവോറസ് എന്ന് വിളിക്കുന്ന സസ്യബുക്കുകൾ അവരെ കഴിക്കുന്നത് വഴി ആ സ്വീകരിച്ച എനർജി അവരുടെ ശരീരത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അവിടെ സ്റ്റോർ ചെയ്യുന്നു. ഈ ഹെർബിവോറസിനെ കഴിക്കുന്ന കാർണിവോറസും അതേപോലെ നമ്മളെപ്പോലുള്ള ഓംനിവോറസും ഒക്കെ അവരെ കഴിക്കുന്നത് വഴി ആ എനർജി അവരിലേക്ക് എത്തുന്നു. ഈ ഒരു എനർജി സൈക്കിൾ അല്ലെങ്കിൽ ഒരു എനർജി ഫ്ലോ എന്ന് പറയുന്ന സംഗതി സൂര്യനിൽ നിന്നാണ് എല്ലാം ബേസിക്കലി തുടങ്ങുന്നത്. അവിടുന്ന് തുടങ്ങിയിട്ട് ഈ പ്രൈമറി പ്രൊഡ്യൂസേഴ്സിലേക്ക് എത്തുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫ്ലോ വരുന്നത്. അപ്പോൾ അവിടെ ഈ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എങ്ങനെ എനർജി പ്രൊഡക്ഷൻ അല്ല, എനർജി
ഈ എനർജി ഹാർവെസ്റ്റിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് തൽക്കാലത്തേക്ക് എനർജി പ്രൊഡക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അത് തെറ്റാണ്, എന്നാലും നമുക്ക് ഈ ഒരു സിനാരിയോൻ്റെ ഒരു കേസിൽ നമുക്ക് അങ്ങനെ സംസാരിക്കാം. എങ്ങനെയാണ് ഈ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സൺലൈറ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് അവർ എനർജി ഉണ്ടാക്കുന്നത്? ആ ഒരു പ്രോസസ്സിൻ്റെ പേരാണ് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം. നമ്മൾ കാണുന്ന എല്ലാ മരങ്ങളിലും ചെടികളിലും ഒക്കെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ്. ഈ ഫോട്ടോസിന്തസിസ് എങ്ങനെ ആദ്യമായിട്ട് ഭൂമിയിൽ തുടങ്ങി? കുറച്ച് പ്രോകാരിയോട്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ബാക്ടീരിയ പോലെയുള്ള പ്രോകാരിയോട്സിന് സൺലൈറ്റിൽ നിന്ന് എഫിഷ്യൻ്റായിട്ട് എനർജി സ്വീകരിച്ചിട്ട് അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ അവർ മാറി. നമ്മളിപ്പം ബാക്ടീരിയ എന്ന് പറയുമ്പോൾ സൈനോ ബാക്ടീരിയ നമുക്കറിയാം. സൈനോ ബാക്ടീരിയ ഫോട്ടോസിന്തറ്റിക് ആണ്, അതായത് അവർക്ക് നേരിട്ട് സൺലൈറ്റിൽ നിന്ന് എനർജി സ്വീകരിക്കാൻ പറ്റും. സൈനോ ബാക്ടീരിയക്ക് നല്ല പച്ച കളറാണ്. നമുക്ക് എന്തായാലും സൈനോ ബാക്ടീരിയ നമ്മുടെ റിവറിൽ നിന്നൊക്കെ കളക്ട് ചെയ്തിട്ട് നമുക്കൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഉറപ്പായിട്ടും ഉടനെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് സൈനോ ബാക്ടീരിയ അപ്പിയർ ചെയ്തതിന് ശേഷമാണ് ഈ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഈ പ്രകാശ സംശ്ലേഷണം ഭൂമിയിൽ തുടങ്ങുന്നത്. പക്ഷേ ഇന്ന് നമുക്കറിയാം ഈ ഫോട്ടോസിന്തസിസ് നടക്കുന്ന സമയത്ത് ഒരു ബൈ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നുണ്ട്. ആ ബൈ പ്രൊഡക്റ്റ് കാരണമാണ് നമ്മളൊക്കെ നിലനിൽക്കുന്നത്. വേറൊന്നുമല്ല, നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ ഓക്സിജൻ തന്നെയാണ്. അതുവരെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഈ ഓക്സിജൻ എന്ന് പറയുന്ന സംഗതി ഇങ്ങനെ ഫ്രീ ആയിട്ടുള്ള O2 ആയിട്ടുള്ള മോളിക്യൂൾസ് ആയിട്ടൊന്നും ഓക്സിജൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഉണ്ടായിരുന്നത് CO2 ആണ്. അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഓർഗാനിസംസ് പരിണമിച്ച സമയത്ത് ഇവ സൺലൈറ്റിൽ നിന്ന് എനർജി സ്വീകരിച്ചിട്ട് ഈ അന്തരീക്ഷത്തിലുള്ള CO2 എടുത്തിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് O2 പുറത്തേക്ക് വിടാൻ തുടങ്ങി. ആദ്യമായിട്ട് ഭൂമിയുടെ അന്തരീക്ഷത്തിലും ഭൂമിയിലൊക്കെ ആയിട്ട് ഓക്സിജൻ ഇങ്ങനെ നിറയാൻ തുടങ്ങിയ സമയത്ത് ഈ ഓക്സിജന് ചെറിയൊരു കുഴപ്പമുണ്ട്. ഓക്സിജൻ ഹൈലി റിയാക്റ്റീവ് ആണ്. അങ്ങനെ ഈ ഓക്സിജൻ്റെ റിയാക്ടിവിറ്റി കാരണം അതുവരെ ഉണ്ടായിരുന്ന ഈ അൺഎറോബിക് എന്ന് വിളിക്കുന്ന തരം ജീവ സമൂഹങ്ങൾക്ക് ഇതൊരു ടോക്സിക് അല്ലെങ്കിൽ ഇതൊരു പോയിസൺ ആയിട്ടായിരുന്നു അനുഭവപ്പെട്ടത്. അതായത് നമ്മളും ഞാനും നിങ്ങളും എല്ലാവരും ഇന്ന് ശ്വസിക്കുന്ന ഈ ഓക്സിജൻ എന്ന് പറയുന്നത് ഒരു കാലത്ത് ഭൂമിയിൽ ഭയങ്കര റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു കെമിക്കലായിരുന്നെന്നും ആ ഓക്സിജൻ ഭൂമിയിൽ നിറയാൻ തുടങ്ങിയ സമയത്തിന് ശേഷം ഇവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ജീവികൾ നശിച്ചു പോയിരുന്നു എന്നുള്ളതുമാണ് സത്യം. ഈ ഒരു ഈവൻറ്റിനെ നമ്മൾ ദ ഗ്രേറ്റ് ഓക്സിജനേഷൻ ഈവൻറ്റ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അങ്ങനെ ഗ്രാജുവലി ഈ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള സൈനോ ബാക്ടീരിയ പോലുള്ള ഓർഗാനിസംസ് ഭൂമിയിൽ ഇങ്ങനെ സ്പ്രെഡ് ആവാൻ തുടങ്ങി. അങ്ങനെ ഒരു മാസീവായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ആവാൻ തുടങ്ങി എന്ത് സംഭവിക്കും? ഭൂമിയിൽ ഈ സമുദ്രങ്ങളിലും അന്തരീക്ഷത്തിലൊക്കെ ഓക്സിജൻ നിറയും. അത് കാരണം നേരത്തെ ഇത് ടോക്സിക് ആയിട്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അൺഎറോബിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നശിച്ചുപോയി. എല്ലാം നശിച്ചുപോയി എന്നല്ല, കുറച്ച് സർവൈവ് ചെയ്യും. നമ്മളിപ്പം ഏതൊരു എവല്യൂഷൻ്റെ സമയത്തും കുറച്ചുണ്ടല്ലോ, കുറച്ച് ആൾക്കാർക്ക് എബിലിറ്റി ഉണ്ടാവും ഇതൊക്കെ സർവൈവ് ചെയ്യാനായിട്ട്. അങ്ങനെ ഒട്ടുമുക്കാലും നശിച്ചുപോയി. അങ്ങനെ ഈ ഓക്സിജനേഷൻ ഈവൻറ്റിന് ശേഷം ഒട്ടുമുക്കാൽ ജീവികൾ നശിച്ചുപോയെങ്കിലും അവിടെ പുതിയൊരു വാതിൽ അവിടെ തുറന്നിടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് പിന്നീട് അങ്ങോട്ട് അതുവരെ അൺഎറോബിക് ആയിട്ടുണ്ടായിരുന്ന ജീവൻ എയറോബിക് ആയിട്ട് മാറുന്ന ഒരു ട്രാൻസിഷനാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഈ ഒരു ഓക്സിജനേഷൻ ഈവൻറ്റിന് ശേഷമാണ് ഭൂമിയിൽ ആദ്യമായിട്ട് നമ്മുടെ ഓസോൺ ലെയർ ഉണ്ടാവുന്നത്. ഓസോൺ ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ 2 ഓക്സിജൻ ആറ്റങ്ങളുള്ള O2 മോളിക്യൂളാണ്. ഈ ഓസോൺ എന്ന് പറയുന്നത് O3 എന്ന് പറയുന്ന മോളിക്യൂളാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ സൈനോ ബാക്ടീരിയ പോലെയുള്ള ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ടായിട്ട് അവർ സൂര്യനിൽ നിന്ന് എനർജി സ്വീകരിച്ച് CO2നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ പുറത്തേക്ക് വിട്ടതിന് ശേഷമാണ് നമുക്കൊരു ഓസോൺ ലെയർ ഉണ്ടാവുന്നത്. നമുക്കറിയാം ഓസോൺ ലെയർ എങ്ങനെയാണ് നമുക്ക് ബെനിഫിറ്റ് ആയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളെ ഓസോൺ ലെയർ എങ്ങനെയാണ് നമ്മളെ സംരക്ഷിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. സൂര്യനിൽ നിന്ന് വരുന്ന ഹാംഫുൾ ആയിട്ടുള്ള അൾട്രാവയലറ്റ് റേഡിയേഷനിൽ നിന്ന് ഓസോൺ ലെയർ നമ്മളെ സംരക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ പഠിച്ചതാണ്. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഭൂമിക്ക് ഒരു ഓസോൺ ലെയർ ഉണ്ടാവുന്നതിന് മുന്നേ ഉള്ള കാലത്ത് ഈ പറയുന്ന ഈ അൾട്രാവയലറ്റ് റേഡിയേഷൻ ഒന്നും യാതൊരു ബാരിക്കേഡും ഒന്നുമില്ലാതെ യഥേഷ്ടം ഭൂമിയിലേക്ക് വരാൻ പറ്റുമായിരുന്നില്ലേ? ഈ അൾട്രാവയലറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ഇന്നും ചില ബാർബർ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ ഉണ്ടായിരുന്നു ഒരു അൾട്രാവയലറ്റ് ഡിസിൻഫെക്റ്റന്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം, ഒരു ചെറിയൊരു ലൈറ്റൊക്കെ കത്തിച്ചുള്ള ഒരു സാധനം. അതിലാണ് അവരുടെ കത്രികയൊക്കെ അവർ ഈ അണുവിമുക്തമാക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. ഈ ലൈഫ് എന്നുള്ളൊരു സംഗതിക്ക് അത്രക്കും ഭീഷണിയാണ് ഈ പറയുന്ന അൾട്രാവയലറ്റ് എന്ന് പറയുന്നത്. കാരണം അതിന് ലൈഫിനെ ഇല്ലാതാക്കാനുള്ള കഴിവുണ്ട്. ഇപ്പം നമ്മളിൽ തന്നെയാണെങ്കിൽ നമുക്ക് ക്യാൻസറൊക്കെ വരുന്നുള്ളതും എവഞ്ച്വലി നമ്മൾ സ്ഥിരമായിട്ട് ഈ അൾട്രാവയലറ്റ് റേഡിയേഷൻ്റെ എക്സ്പോഷറിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് മരണം വരെ സംഭവിക്കും എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയുന്നതാണ്. അങ്ങനെ ഈ ഓസോൺ ലെയറിൻ്റെ മുന്നേ, ഓസോൺ ലെയർ ഉണ്ടാവുന്നതിന് മുന്നേ ഭൂമിയിലുള്ള ഒരു ലൈഫ് എന്ന് പറയുന്നത് കുറച്ച് റെസ്ട്രിക്റ്റഡ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ അൾട്രാവയലറ്റ് എത്താത്ത സ്ഥലങ്ങളിൽ മാത്രമേ ലൈഫിന് ഒരു നിലനിൽപ്പ് എന്ന് പറയുന്ന സംഗതിയുള്ളൂ. കാരണം അൾട്രാവയലറ്റ് റേസുമായിട്ട് എക്സ്പോഷറിലാണ് ഈ ലൈഫ് ഫോംസ് ഇരിക്കുന്നതെങ്കിൽ അത് നശിച്ചു പോകും. അതൊരു ഫാക്റ്റാണ്. അങ്ങനെ ആ ഒരു സമയങ്ങളിൽ ലൈഫ് അൾട്രാവയലറ്റ് റേഡിയേഷൻസ് എത്താത്ത സമുദ്രത്തിൻ്റെ അടിത്തട്ടുകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു ഇതിങ്ങനെ ഫോം ആയിക്കൊണ്ടിരുന്നത്. ഈ ഗ്രാജുവലി ഓസോൺ ലെയർ ഡെവലപ്പായ ശേഷം നമ്മുടെ ഈ ലൈഫിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് കുറഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കുറച്ചുകൂടെ ഫ്രീഡം കിട്ടി ലൈഫിന്. കാരണം ആദ്യം ഈ അൾട്രാവയലറ്റ് റേസിനെ പേടിച്ചിട്ട് അൾട്രാവയലറ്റ് റേസ് എത്താത്ത സ്ഥലങ്ങളിൽ മാത്രമായിരുന്നു ഈ ലൈഫ് ത്രൈവ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ അൾട്രാവയലറ്റ് റേസ് അല്ലെങ്കിൽ നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള അൾട്രാവയലറ്റ് റേസ് ഒക്കെ ഈ ഓസോൺ ലെയർ ബ്ലോക്ക് ചെയ്യുകയാണ്. അപ്പം പിന്നെ ലൈഫിന് പിന്നെ കുറച്ചുകൂടെ എന്താ പറയുക ഫ്ലെക്സിബിലിറ്റി കിട്ടി.
എവിടെ വേണമെങ്കിലും മൂവ് ആയിട്ട് എവിടെ വേണമെങ്കിലും ഈ കോളനൈസ് ചെയ്യാനുള്ള തരത്തിലൊക്കെ ലൈഫ് പതിയെ എവോൾവ് ആയി. അപ്പോൾ ഈ ഓക്സിജനേഷൻ ഈവൻറ്റിന് അങ്ങനെ കുറച്ച് പ്രാധാന്യങ്ങളുള്ള ഒരു മഹത്തായ സംഭവമാണ്. അതുവരെയുള്ള ഒരുപാട് ജീവികൾ നശിച്ചു പോയെങ്കിലും പുതിയ ഒരുപാട് ജീവികൾ ഉണ്ടാവാനും തുടങ്ങി. അതേപോലെ ഒരു ഓസോൺ ലെയർ ഉണ്ടായി. ആ ഓസോൺ ലെയർ ഉണ്ടായ ശേഷം നമ്മുടെ ലൈഫിന് കുറച്ചുകൂടെ ഫ്രീഡം കിട്ടി. ഞാനിപ്പോൾ പറഞ്ഞു കുറച്ച് ജീവികൾ പുതുതായി ഉണ്ടായി എന്നൊക്കെ. പുതുതായി ഉണ്ടായി വന്നതല്ല, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ജീവികൾ ഈ ഓക്സിജനേഷൻ ഈവൻറ്റിന് ശേഷം ഓക്സിജൻ ടോക്സിസിറ്റി കാരണം നശിച്ചു പോയെങ്കിലും കുറച്ചവിടെ ബാക്കി നിന്നു. നമ്മൾ എവല്യൂഷനിൽ പറയുന്ന ആ സെയിം സംഗതി തന്നെ, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ഈ പുതിയ സാഹചര്യങ്ങളായിട്ട് സർവൈവ് ചെയ്തു പോകാൻ, പൊരുത്തപ്പെട്ട് പോകാൻ കഴിയുന്ന ജീവികൾ അപ്പോഴും ഭൂമിയിൽ ഉണ്ടായിരുന്നു. അവരുടെ തലമുറയാണ് പിന്നീട് നമ്മൾ കണ്ടുള്ള നമ്മളടക്കമുള്ള എയറോബിക് ആയിട്ടുള്ള ജീവികൾ എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഓക്സിജൻ സ്വീകരിച്ചിട്ട് ജീവിക്കാൻ പറ്റുന്ന ജീവികൾ ഇവിടെ ഡോമിനൻ്റ് ആവാൻ തുടങ്ങിയ ശേഷം ഭയങ്കര ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചാണ് ഈ ലൈഫ് എന്ന് പറയുന്ന സംഗതിയിൽ ഉണ്ടായത്. കാരണം ഈ ഓക്സിജൻ യൂസ് ചെയ്തിട്ട് ജീവിക്കാൻ പറ്റുന്ന ജീവികൾക്ക് മുന്നേ ഉണ്ടായിരുന്ന ജീവികളെക്കാൾ മച്ച് മോർ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ അവർക്ക് പറ്റുമായിരുന്നു. അത് കാരണം കുറച്ചുകൂടി ഡൈവേഴ്സ് ആയിട്ടുള്ള പുതിയ പുതിയ ജീവികൾ ഉണ്ടാവാനും നമ്മളെ സെൽസൊക്കെ കുറച്ചുകൂടെ കോംപ്ലക്സ് ആവാൻ തുടങ്ങി. കാരണം ഒരുപാട് എനർജി നമ്മൾ മുന്നേ ഉണ്ടായിരുന്നതിലും കുറച്ചുകൂടെ എനർജി നമുക്ക് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ആ എനർജി നമ്മൾ പലതരത്തിലും നമ്മൾ യൂട്ടിലൈസ് ചെയ്യും. അങ്ങനെ ക്രമേണ നമ്മുടെ സെല്ലുകൾ നേരത്തെ ജസ്റ്റ് ഒരു സെൽ മെംബ്രെയിൻ അതിനകത്തൊരു DNA ഒക്കെ ആയിട്ട് തുടങ്ങിയ നമ്മുടെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഈ ഫസ്റ്റ് സെൽ എന്നൊക്കെ പറയുന്ന സംഗതി പിന്നീട് വളരെ കോംപ്ലക്സ് ആവാൻ തുടങ്ങി. ഈ DNA പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അതിനൊരു ന്യൂക്ലിയസ് ഉണ്ടാവുകയും അതിൽ പിന്നീട് ഓരോ എലമെൻറ്റ്സ് ആയിട്ട് കടന്നു വരികയും ചെയ്ത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് ഈ സംഗതികൾ മാറാൻ തുടങ്ങി. നമ്മൾ ഇത്ര നേരം നമ്മൾ സംസാരിച്ചത് പ്രോകാരിയോട്സ് എന്ന് വിളിക്കുന്ന ആദ്യത്തെ ബാക്ടീരിയ പോലെയുള്ള ജീവികളെക്കുറിച്ചാണ്. ഇവിടെ വെച്ചിട്ടാണ് ഈ ഒരു ഓക്സിജനേഷൻ ഈവൻ്റ് ഒക്കെ സംഭവിച്ച ശേഷമാണ് പിന്നീട് കോംപ്ലക്സ് ആയിട്ടുള്ള ജീവികൾ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. അവരെ നമ്മൾ യൂകാരിയോട്സ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഈ യൂകാരിയോട്സ് എങ്ങനെയൊക്കെ കോംപ്ലക്സ് ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മുന്നേ ഉണ്ടായിരുന്ന പ്രോകാരിയോട്സിനെ അപേക്ഷിച്ച് ബെറ്റർ എഫിഷ്യൻസിയും കുറച്ചുകൂടെ വലിയ സൈസും അതേപോലെ തന്നെ നമ്മൾ ഓർഗനൽസ് എന്ന് വിളിക്കുന്ന സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സും ഒക്കെ ഇതിനുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് കാണുന്ന പ്ലാന്റ്സ് ആയാലും മാമൽസ് ആയാലും ഈവൻ ഫഞ്ചൈ എന്നൊക്കെ വിളിക്കുന്ന കൂണായാലും എല്ലാത്തിൻ്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ യൂകാരിയോട്സ് ആയിരുന്നു. അവിടെ നിന്നാണ് പിന്നീട് ഉണ്ടായിട്ടുള്ള ഈ കോംപ്ലക്സ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ വളരെ വിവിഡായിട്ടുള്ള സംഗതികളൊക്കെ അവിടെ നിന്നാണ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്രയും നേരമുള്ള ലൈഫ് എന്ന് പറയുന്നത് ജസ്റ്റ് സർവൈവൽ മാത്രമായിരുന്നു. ജസ്റ്റ് ലൈഫ് സർവൈവ് ചെയ്തു ഈ യൂകാരിയോട്സ് ഉണ്ടാവുന്ന അത്രയും വരെ. കാരണം ഇത് ജസ്റ്റ് റാൻഡം ആയിട്ടുള്ള കുറച്ച് കെമിക്കൽ റിയാക്ഷൻസും കിട്ടുന്ന എനർജി ഉപയോഗിച്ച് അതിന്ന് കാര്യങ്ങൾ ചെയ്ത് റിപ്ലിക്കേഷനൊക്കെ നടന്നു പോകുന്ന ജസ്റ്റ് സം പ്രോസസ്സസ് മാത്രമായിരുന്നു അത്രയും നേരമുള്ള ലൈഫ് എന്ന് പറയുന്നത്. പക്ഷേ ഈ യൂകാരിയോട്സിൻ്റെ എൻട്രിയോടുകൂടെ ലൈഫ് എന്ന് പറയുന്ന സംഗതി ജസ്റ്റ് സർവൈവൽ എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ആയി എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു കോപ്പറേഷൻ്റെ കഥയൊക്കെ, ഒരു സഹകരണത്തിൻ്റെ കഥ, അതായത് നമ്മുടെ മൈറ്റോകോൺട്രിയയും നമ്മുടെ സെല്ലും ഒക്കെ ആയിട്ട് സഹകരിച്ചിട്ടുള്ള കഥകളൊക്കെ ഇനിയാണ് അങ്ങോട്ട് ലൈഫിൽ വരാൻ പോകുന്നത്. അതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇതിൻ്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഇത്രയേ ഉള്ളൂ നമ്മൾ യൂകാരിയോട്സ് എന്ന് വിളിക്കുന്ന വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ആദ്യത്തെ ലൈഫ് ഫോംസ് ഭൂമിയിൽ വരാനുണ്ടായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഇനി അതിൻ്റെ തൊട്ടടുത്ത വീഡിയോ ആയിട്ട് ഇതിൻ്റെ പാർട്ട് 3 തന്നെ വരണമെന്നില്ല. കാരണം നമുക്ക് ഈ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള റാൻഡം ആയിട്ടുള്ള, കാരണം നമ്മുടെ പേര് തന്നെ ദ റാൻഡം റിയാക്ടർ എന്നാണ്. കാരണം നമുക്ക് റാൻഡം ആയിട്ടുള്ള റിയാക്ഷൻസ് നമുക്ക് ഇവിടെ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ തൊട്ടടുത്ത വീഡിയോ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ 1-2 വീഡിയോ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അടുത്ത പാർട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന പോലെ നമ്മൾ ഈ ഷോർട്സ് നമ്മൾ ഇതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അത്രയേ ഉള്ളൂ ഇതുവരെയുള്ള ലൈഫിനെ കുറിച്ച് സംസാരിക്കാനായിട്ട്. ബാക്കി നമുക്ക് അടുത്ത പാർട്ടുകളിലും അടുത്ത തവണ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന സമയത്ത് കാണാം. അതുവരേക്കും ബൈ.